ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം ആക്ഷേപം, ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു. ഞാൻ ആകെ വർഗീയത പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ പേരിലല്ല, അത് ഞാനാ പറഞ്ഞേക്കണത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ അല്ല, അത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ, എല്ലാവരും ഒന്നിക്കുന്നതിന് നമുക്ക് സന്തോഷമുള്ളത്, ഭിന്നിക്കാതിരുന്നാൽ മതി. ഞാൻ രാവിലെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ആളുകൾ തമ്മിൽ ഭിന്നിക്കുക, ശത്രുത ഉണ്ടാകുക, സമുദായങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ഒരു നിലപാടതാണ്. ഞങ്ങൾക്ക് കൃത്യമായൊരു പൊസിഷനിങ് ഉണ്ട്. എല്ലാവരും തമ്മിൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് സന്തോഷമുള്ളൂ. എല്ലാവരും തമ്മിൽ യോജിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ അങ്ങനെ കേരളത്തിൻ്റെ ഒരു പേര് ഇന്ത്യയിലൊരു വ്യത്യസ്തമായ സംസ്ഥാനമായി മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സമുദായങ്ങളും മതങ്ങളും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലമെന്നുള്ള പേര് കേരളത്തിലുണ്ടാവട്ടെ. അതിൽ നമ്മളെല്ലാം അഭിമാനിക്കണ്ടേ? അല്ല, അത് എല്ലാവർക്കും ഇപ്പം ഞാനിപ്പോൾ അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ വർഗീയത പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ പേരിലല്ല, അത് ഞാനാ പറഞ്ഞേക്കണത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മളെ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല. അതൊക്കെ അവരുടെ അവകാശമാണ്. വ്യക്തിപരമായുള്ള നമ്മളോടുള്ളൊരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പെരുന്നയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം പോയിട്ടുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, പെരുന്നയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൂടിയാണ് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കണ്ടത്. ഞാൻ അതിനുശേഷം അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണ്. എല്ലാവരെയും കാണുന്ന ആളാണ്. എല്ലാവരെയും കാണും. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു സമുദായ നേതാവിനെയും കാണില്ലെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. കേരളത്തിൽ ആർക്കാണ് ഞാൻ രഹസ്യമായിട്ട് എവിടെ പോയിരിക്കുന്നത്? ഞാൻ എല്ലാവരെയും കാണാൻ പോകാറുണ്ട്. എല്ലാ ആളുകളെയും കാണാൻ പോകാറുണ്ട്. ഇന്നലെയും ഒരു യോഗത്തിൽ ഞാൻ തിരുവല്ലയിൽ കുമ്പനാട് ഒരു സമ്മേളനത്തിൽ ഞാൻ സംബന്ധിച്ചു. ഇപ്പോൾ ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു പെന്തക്കോസ്തുകാരുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് അതിൻ്റെ തലേദിവസം മുസ്ലിം സംഘടനയുടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് ജിഫ്രി തങ്ങളുടെ പരിപാടി സംഘടിപ്പിച്ചു. ഇനിയിപ്പോൾ ദളിത് സംഘടനകളുടെ എല്ലാവരുടെയും കൂടി ഒരു യോഗം ചേരുന്നുണ്ട്. അവർ എൻ്റെ സാന്നിധ്യം ഞാനുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിരിക്കുന്ന പൊസിഷൻ വെച്ച് നമ്മളെല്ലാവരും വിളിക്കും. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോകും. എല്ലാ സംഘടനകളുമായി, സമുദായ സംഘടനകളുടെയും സമുദായ നേതാക്കന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അങ്ങനെയല്ലേ കേരളത്തിൽ? എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തില്ലേ? അതിലെന്താ തെറ്റ്? അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഞാനൊരു സമുദായ നേതാവിനെയും കാണില്ല. ഞാൻ എല്ലാത്തിൽ നിന്നും വിട്ടു. വർഗീയതയ്ക്കെതിരെ പറയുന്നതും ഈ സമുദായ നേതാക്കന്മാർ മുഴുവൻ വർഗീയവാദികളാണോ കേരളത്തിൽ? അല്ലല്ലോ. വർഗീയതയ്ക്കെതിരെ നമ്മൾ സംസാരിക്കുന്നതും ഇപ്പോൾ ഒരു സമുദായത്തിൻ്റെ ഒരു പ്രശ്നം വന്നു, ഞാൻ എൻ്റെ പഴയ പ്രസംഗമുണ്ട്, ഞാൻ MLA ആയിരിക്കും നടത്തിയ പ്രസംഗമുണ്ട്. സമുദായങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം, അവരോടൊരു അനീതി കാണിച്ചാൽ നമ്മളാണ് ആദ്യം അവിടെ ഓടിയെത്തേണ്ടത്. അവരെ സഹായിക്കണം ആ സമയത്ത്. അത് സംശയം എന്താ? സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയ്ക്കെതിരെ പറയുന്നതും തമ്മിൽ എന്താ ബന്ധം? വർഗീയതയ്ക്കെതിരെ പറയുന്ന ഒരാൾക്ക് സമുദായ നേതാക്കന്മാരെ കാണാൻ പാടില്ലേ? എനിക്കത് മനസ്സിലാകുന്നില്ല. എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നില്ല, എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, എൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ വിമർശനത്തിൽ കഴമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെന്താ? എനിക്കങ്ങനെ പിടിവാശിയൊന്നുമില്ല. എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. എനിക്കങ്ങനെ അസഹിഷ്ണുതയൊന്നുമില്ല. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിക്കുക, ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നോട് കേരളത്തിൽ യോജിച്ചോളണം, ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ കൂടെ എല്ലാവരും നിന്നോളണം എന്നൊന്നും ഒരു പിടിവാശിയും എനിക്കില്ല. പക്ഷേ അഭിപ്രായങ്ങൾ പറയും. സിനഡിൽ പോയാൽ കണ്ടാൽ എന്താ കുഴപ്പം? മറ്റൊരു വിഭാഗത്തെ അവഗണിക്കുന്നു എന്ന് തോന്നുന്നു. ആരെയാണ് ഞാൻ അവഗണിച്ചത്? ഞാൻ സിനഡ് പോയപ്പോൾ എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം. ഞാൻ അവരെ പോയി കണ്ടു, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ആരെയും അവഗണിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട്.
അതൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടിയൊന്നുമില്ല. അത് നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം, ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് തന്നെയാണ് എല്ലാ കാര്യത്തിലും. കോൺഗ്രസ് സതീശനെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്കൊരു വിരോധമില്ലെന്ന്. അത് എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിച്ചിരിക്കല്ലേ. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ പ്രായമായ ആളുകളാണ്. ഞാൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയില്ല. എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കൾ പറഞ്ഞു, എത്രയോ സമുദായ നേതാക്കൾ പറഞ്ഞു, എത്രയോ അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. മോശമായ വാക്കൊന്നും ഉപയോഗിച്ചില്ല. ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ എനിക്കെതിരെ എത്ര മോശമായ വാക്കുകൾ. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഊളംപാറയിലെ, അതായത് എനിക്ക് ഭ്രാന്താണെന്നല്ലേ എൻ്റെ അർത്ഥം. ഊളംപാറ എന്ന് പറഞ്ഞാൽ, ഊളംപാറ മാനസിക രോഗ ആശുപത്രി. എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ വന്നു പറഞ്ഞു. ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം ആക്ഷേപം, ഒരു പ്രതിപക്ഷ നേതാവ് കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു. ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ. പക്ഷെ പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയില്ല, വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്റ്റാൻഡാണ്. വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്, UDFൻ്റെ നിലപാടാണ്. വർഗീയത ആര് പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡേർഡ്. അതൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞല്ല, എന്നെ ഇഷ്ടമായിരിക്കില്ല. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ നമ്മുടെ സംസാര രീതി ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരും. അതൊക്കെ സ്വാഭാവികമല്ലേ. അതൊക്കെ എല്ലാവർക്കുള്ള അവകാശമാണ്. അതൊക്കെ ഒരാളെ ഇഷ്ടപ്പെടുക. നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല, ചിലർ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. അതൊക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയടത്തില്ല. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഏത് ഭാഷയിലും. ഇപ്പോൾ എനിക്കത് ശീലമായി, ഈ ഭാഷയൊക്കെ കേട്ട് നല്ല ശീലമായി. പക്ഷെ കേരളം ഉണ്ട്, എനിക്ക് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് വലിയ വിശ്വാസം. അവരെല്ലാം ഇത് നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ തിളക്കമാർന്ന വിജയം നേടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം.